നമസ്കാരം. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വിപുലമായിട്ടുള്ള ജനക്ഷേമ പദ്ധതികളിൽ ഒന്നായിട്ടുള്ള സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി ഗുണഭോക്താക്കൾക്ക് വലിയ ആശ്വാസമായി മാറുകയാണ്. പദ്ധതിയുടെ പ്രാരംഭഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ 1000 രൂപ വീതം കൈമാറിയിരുന്നു. ഇതിന് പിന്നാലെ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കാൻ അർഹരായ എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ തുക ലഭിക്കാത്തവർക്കും ഒക്കെ തന്നെ നിലവിൽ തുക ലഭിച്ചവർക്കും ഒരുപോലെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ മാസം തന്നെ അടുത്ത ഘട്ട ധനസഹായ വിതരണം നടത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. നിലവിൽ അപേക്ഷകൾ സമർപ്പിച്ച് അംഗീകാരത്തിനായിട്ട് കാത്തിരിക്കുന്നവർക്കും പ്രോസസ്സിംഗ് ഘട്ടത്തിലുള്ളവർക്കും മുൻഗണന നൽകിക്കൊണ്ട് കുടിശ്ശികയടക്കം തീർപ്പാക്കാനാണ് ധനവകുപ്പിൻ്റെ നീക്കം. പദ്ധതിയുടെ സുഗമമായിട്ടുള്ള നടത്തിപ്പിനായിട്ട് കൃത്യമായ കലണ്ടർ തയ്യാറാക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി കഴിഞ്ഞു. നിലവിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ മാതൃകയിൽ എല്ലാ മാസവും അവസാന ആഴ്ചയിൽ തന്നെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് തുക നേരിട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. തുടക്കത്തിൽ പ്രതിമാസം 1000 രൂപയാണ് നിശ്ചയിച്ചിട്ടുള്ളതെങ്കിലും വരും കാലങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ച് ഈ തുക ഘട്ടം ഘട്ടമായിട്ട് വർദ്ധിപ്പിക്കാനുള്ള ആലോചനകളും സർക്കാരിൻ്റെ സജീവ പരിഗണനയിലുണ്ട്. ഗുണഭോക്താക്കൾക്ക് ഒരു നിശ്ചിത തീയതിയിൽ തന്നെ തുക ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ സാധാരണക്കാരായ വീട്ടമ്മമാരുടെ സാമ്പത്തിക ആസൂത്രണത്തിന് വലിയ പിന്തുണ നൽകാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. അർഹരായവരിലേക്ക് മാത്രം ആനുകൂല്യം എത്തുന്നുവെന്ന് ഉറപ്പുവരുത്താൻ കർശനമായിട്ടുള്ള മാനദണ്ഡങ്ങളാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. BPL വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് ഉള്ളവർക്ക് മാത്രമാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള വീട്ടമ്മമാരെയാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗുണഭോക്താക്കൾക്ക് 60 വയസ്സ് തികയുന്നതോടെ ഈ സ്കീമിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഒഴിവാകാൻ സാധിക്കും. എന്നാൽ അവർക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇത്തരക്കാർക്ക് 60 വയസ്സിന് ശേഷം വാർദ്ധക്യകാല പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അത്തരത്തിൽ മാറുമ്പോൾ പ്രതിമാസം 2000 രൂപ വീതം ലഭിക്കുന്ന ഉയർന്ന പെൻഷൻ സ്കീമുകളുടെ ഭാഗമാകാനായിട്ട് അവർക്ക് സാധിക്കുമെന്നത് ഈ പദ്ധതിയുടെ വലിയൊരു സവിശേഷതയാണ്. അപേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം ഇരട്ട ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് സംബന്ധിച്ച സർക്കാരിൻ്റെ നിലപാടാണ്. നിലവിൽ മറ്റ് ക്ഷേമ പദ്ധതികളിൽ നിന്നോ സർക്കാർ സർവീസിൽ നിന്നോ പെൻഷനോ മറ്റ് പ്രതിമാസ അലവൻസുകളോ കൈപ്പറ്റുന്നവർ ഈ പദ്ധതിക്ക് അർഹരല്ല. ആധാർ രേഖകൾ അടിസ്ഥാനമാക്കി സർക്കാർ നടത്തുന്ന പരിശോധനയിൽ മറ്റ് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതായിട്ട് കണ്ടെത്തിയാൽ അവർ ഇതുവരെ വാങ്ങിയ തുക അത് പലിശയും പിഴപ്പലിശയും സഹിതം സർക്കാരിലേക്ക് തിരിച്ചടക്കേണ്ടി വരുമെന്നും ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സർക്കാർ, അർദ്ധ സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്ഥിരമായോ താൽക്കാലികമായിട്ടുള്ള ജോലി ചെയ്യുന്നവർക്കും ഈ പദ്ധതിയിൽ ചേരാനായിട്ട് അർഹതയില്ല. അർഹരല്ലാത്തവർ ആനുകൂല്യം കൈപ്പറ്റുന്നത് തടയാനായിട്ട് സർക്കാർ ആധാർ അധിഷ്ഠിത പരിശോധനകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാക്കുന്നതായിരിക്കും. ഇനി അപേക്ഷ നൽകിയിട്ട് തുക ലഭിക്കാത്തവർ തങ്ങളുടെ അപേക്ഷയുടെ നിലവിലത്തെ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടത് ഇവിടെ അത്യന്താപേക്ഷിതമാണ്. ഇവിടെ പലരുടെയും അപേക്ഷകൾ അത് റിട്ടേൺ ടു സിറ്റിസൺ എന്ന വിഭാഗത്തിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട്. അപേക്ഷയോടൊപ്പം സമർപ്പിച്ച രേഖകളിലെ വ്യക്തതക്കുറവ്, പേര് അല്ലെങ്കിൽ വിലാസം എന്നിവയിലെ പൊരുത്തക്കേടുകൾ, അതുപോലെ അപ്ലോഡ് ചെയ്ത രേഖകളുടെ ഗുണനിലവാരമില്ലായ്മ തുടങ്ങിയ കാരണങ്ങളാണ് അപേക്ഷകൾ മടക്കി അയക്കാൻ കാരണമാകുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ അപേക്ഷകർ പരിഭ്രാന്തരാകേണ്ടതില്ല. പകരം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈൻ പോർട്ടൽ വഴിയോ ലോഗിൻ ചെയ്തുകൊണ്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് അപേക്ഷകൾ നിങ്ങൾക്ക് റീസബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്രൂവൽ ലഭിക്കുന്ന മുറയ്ക്ക് തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. പദ്ധതിയുടെ ആദ്യഘട്ട വിതരണ സമയത്ത് ഏകദേശം 10 ലക്ഷത്തോളം പേർക്കാണ് ധനസഹായം ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ആകെ അപേക്ഷകരുടെ എണ്ണം 15 ലക്ഷത്തിന് മുകളിലായതിനാൽ ബാക്കിയുള്ള 5 ലക്ഷത്തോളം പേരുടെ അപേക്ഷകൾ ദ്രുതഗതിയിൽ പരിശോധിച്ച് വരികയാണ്. ഏതായാലും ഈ മാസം അവസാനത്തോടെ അർഹരായിട്ടുള്ള എല്ലാവരിലേക്കും ഈ തുക എത്തിക്കാനാണ് സർക്കാർ ഇവിടെ ലക്ഷ്യമിടുന്നത്. നിലവിൽ APL വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഈ പദ്ധതിയുടെ ഭാഗമാകാൻ കഴിയില്ല എന്നൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. അർഹരായവർ ഇനിയും അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ബന്ധപ്പെട്ട ഓൺലൈൻ സംവിധാനങ്ങൾ വഴി അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. ഈ പദ്ധതിയെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇനി തുടർന്ന് ലഭിക്കുന്നതിനും അതോടൊപ്പം തന്നെ തടസ്സമില്ലാതെ ആനുകൂല്യം കൈപ്പറ്റാനും ഔദ്യോഗിക അറിയിപ്പുകൾ കൃത്യമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. എല്ലാവരിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.